ആ എന്താപ്പത്? കുക്കിംഗ് വീഡിയോ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പതിവില്ലാതെ ഈ പടച്ചട്ടയൊക്കെ ഇട്ടിട്ട് ഇത് എങ്ങോട്ടാണെന്നാവും. എനിക്ക് ഇച്ചിരി മീൻ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അതിനാണ് ഈ പ്രഹസനം. അതൊക്കെ പോട്ടെ, മീൻ എവിടുന്നാന്നറിയാവോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടൻ ഇവിടെ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ മീൻ. പിടിച്ചപ്പോൾ ഇതിന് ഭയങ്കര പെടപെടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പെടപെടപ്പൊന്നുമില്ല. കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രോസൺ ആയിട്ടാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിലും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന എന്ത് സാധനവും ഫ്രീസറിൽ വെച്ച് ഫ്രോസൺ ആയിട്ട് ഉപയോഗിക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതൊക്കെ പോട്ടെ, ഈ മീൻ പിടിക്കുന്ന വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാവേ. ട്രാവൽ ലൈവ് വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് UK സൗന്ദര്യം മുഴുവൻ ക്യാമറ കണ്ണിൽ കൂടെ ഒപ്പിയെടുത്ത് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു ചാനലാണ് ഈ ട്രാവൽ ലൈവ് വിത്ത് മീ എന്ന് പറഞ്ഞ ചാനൽ. പക്ഷെ ആ ചാനലിന് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നുണ്ടോ എന്നെനിക്കൊരു കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ്, ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഒത്തിരി നന്നായിട്ട് ആ ചാനലിൽ ചെയ്യുന്ന ആളത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. കൈയടിക്കാനും കൂക്കി വിളിക്കാനും ഒക്കെ നമുക്ക് അധികാരവും അവകാശവും ഉണ്ടല്ലോ. അതൊക്കെ പോട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നില്ല. കാലചക്രത്തിൻ്റെ അതിപ്രസരത്തിൽ അന്യം തിന്നുപോയ ഒരു ആചാരമുണ്ട്. ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും മക്കൾക്കൊക്കെ വേണ്ടി ജീവത്യാഗം ചെയ്ത് ജീവിച്ചിരുന്ന നമ്മുടെ അമ്മമാരുടെ ആ പഴയ കാലം. എല്ലാവർക്കുമുള്ള കറി ഭാഗം വെച്ച് വരുമ്പോൾ അവസാനം വരുന്ന ചട്ടി വടിച്ച് ബാക്കി എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിയിളക്കി അടുക്കളപ്പുറത്ത് കാല് നീട്ടിയിരുന്ന് ചട്ടിയിൽ ചോറ് കഴിക്കുന്ന എൻ്റെ അമ്മയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അമ്മയുടെ നിന്ന് കിട്ടിയ ആ ഉരുളയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചട്ടിച്ചോറ്. ഇന്ന് ഏത് വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഏത് വലിയ ടേബിളിൽ പോയിരുന്ന് എത്ര വില കൊടുത്ത് ചട്ടിച്ചോറ് വാങ്ങി കഴിച്ചാലും അന്ന് കിട്ടിയ ആ ഉരുളയുടെ ടേസ്റ്റ് ഇനി ജന്മത്ത് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാവുമല്ലേ? നമ്മുടെ അമ്മമാരുടെ ഫുഡ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആവുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മൾ വീട് വിട്ട് പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ. അത് ഇപ്പം നല്ലോണം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നൊന്നുകൂടി ഉണ്ട് കേട്ടോ, ഇന്നത്തെ പോലെ ഫ്രിഡ്ജോ റെഫ്രിജറേറ്ററോ ഒന്നും അന്നില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് മിക്കവാറും തന്നെ എല്ലാ കറികളും കേടാവും എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള എല്ലാ കറികളും ചട്ടിയിലിട്ട് കൂട്ടി ഇളക്കിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ അമ്മമാരുടെ അന്നത്തെ അത്താഴം കഴിഞ്ഞു പോകുന്നത്. ഇനി നമ്മുടെ ചട്ടിച്ചോറിൽ എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ. മീൻ മുളകിട്ട് വറ്റിച്ചത്, മീൻ വറുത്തത്, തേങ്ങ മാങ്ങ ചമ്മന്തി, പോർക്ക് ഫ്രൈ, ബീഫും കൂർക്കയും കൂടി ഒരു പെരളനാക്കി വെച്ചത്, പിന്നെ ചീരി മഷ്റൂമും കൂടെ തോരൻ, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ ഗാർലിക് അച്ചാറ്, ഉണക്കമീൻ ചമ്മന്തിപ്പൊടി, ഇഞ്ചംപുളി, മുട്ട പൊരിച്ചത്, പപ്പടം. അരേ വാ, ഇച്ചിരി ഓവറല്ലേ? ഇച്ചിരി ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. ഇത് ഭയങ്കര ഹെവിയാണ് കേട്ടോ. എനിക്ക് നന്നായി ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. എനിവേ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം മറക്കണ്ട, ചുമ്മാ അങ്ങ് ചിരിച്ചാണ് ജീവിതം പൊളിയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.